നമസ്കാരം മക്കളെ, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. വേരിയസ് എൽ ജി എസ് പരീക്ഷയുടെ തിരുവനന്തപുരത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇനി ഓരോ ജില്ലകളിലെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിലെ തിരുവനന്തപുരം എൽ ജി എസിന്റെ കട്ട് ഓഫ് എത്രയാണ്, എത്ര പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എത്ര പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഒരു പരീക്ഷ നമുക്കറിയാം 30/11/2024 നവംബർ മാസം 2024 നവംബർ മാസം 30-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടന്നിട്ടുള്ളത്. 23,000 തൊട്ട് 50,200 എന്ന് പറയുന്ന പേ സ്കെയിലാണ് ഈ ഒരു എക്സാം വരിക. തിരുവനന്തപുരം ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അത് മെസ്സേജ് ഒക്കെ വന്നിരുന്നു. അപ്പൊ കട്ട് ഓഫിനെ പറ്റിയിട്ടൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. നമുക്ക് ആ കട്ട് ഓഫ് പരിശോധിക്കാം. 535 ബാർ 2023 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലുള്ള കാറ്റഗറി നമ്പറിലുള്ള എക്സാമിന്റെ സിലബസ് ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ചാൽ ഇവിടെ ആദ്യം മെയിൻ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ നമ്പേഴ്സ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റ് ഓരോന്നിന്റെയും എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലിസ്റ്റിനകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ 1094 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1094 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നാൽ 1139 പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത്. ഓക്കെ, മെയിൻ ലിസ്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എവിടെയുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. അപ്പൊ മെയിൻ ലിസ്റ്റിൽ 1094 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 1139 പേരെയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള 44 പേര് കൂടി എവിടെയുണ്ട്, ഈ ഒരു ലിസ്റ്റിലുണ്ട്. ഓക്കെ, അപ്പൊ 44 പേര് എവിടെ നിന്നാണ്, ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അങ്ങനെ ആകെ പ്രോബബിലി ലിസ്റ്റ് പ്രകാരം 2277 പേര് ഈ ഒരു ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള 535/2023 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിലുള്ള ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 1094 പേരും 1139 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും 44 പേര് ഡിഫറൻറ്റ്ലി ഏബിൾഡ്, അതേപോലെ 2277 പേര് എവിടെ നിന്നാണ്, അത് പ്രോബബിലി ലിസ്റ്റിൽ നിന്നാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ കട്ട് ഓഫ് ആണ് പരിശോധിക്കുന്നത് എങ്കിൽ ഇവിടെ കിടപ്പുണ്ട്. കട്ട് ഓഫ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1094 പേരാണ് മെയിൻ ലിസ്റ്റ്. അങ്ങനെ മെയിൻ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ കുട്ടി 65.33 എന്ന് പറയുന്ന മാർക്കാണ് നേടിയിരിക്കുന്നത്. അതായത് 65.33 ആണ് കട്ട് ഓഫ് ആയിട്ട് വരിക. അപ്പൊ കട്ട് ഓഫ് എത്രയാണ്, കട്ട് ഓഫ് പരിശോധിച്ചാൽ 65.33 ആണ് കട്ട് ഓഫ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർക്ക് വന്നതിൽ ഏറ്റവും അവസാനം വന്ന ആളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം അതിനോടൊക്കെ താതാത്മ്യപ്പെടുന്ന 65.33 എന്ന് പറയുന്ന കട്ട് ഓഫ് ആണ് തിരുവനന്തപുരം ജില്ലയുടെ എൽ ജി എസിൽ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അതിന് താഴെയുള്ളവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇവർക്ക് എന്തുണ്ട്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഒക്കെ മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരും. അത് പ്രകാരം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ അല്ലടാ, അപ്പൊ മനസ്സിലായി. 1094 പേര് തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ എൽ ജി എസിലുണ്ട്. 1139 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. 44 പേരാണ് എവിടെയുള്ളത്, നമ്മുടെ ഡിഫറൻറ്റ്ലി ഏബിൾഡിലുള്ളത്. 2277 പേര് അങ്ങനെ ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 65.33 ആണ് കട്ട് ഓഫ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് മനസ്സിലായി, 65.33. ഇനി ഓരോ ജില്ലകളുടേതായിട്ട് വരാനുണ്ട് അല്ലെ, കൊല്ലം, നമ്മുടെ ആലപ്പുഴ, പത്തനംതിട്ട, അങ്ങനെ ഓരോ ജില്ലകളുടേതായിട്ട് കട്ട് ഓഫ് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനലിലേക്ക് വരിക. സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടെലഗ്രാം ചാനൽ വരാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഈ ടെലഗ്രാം ചാനൽ ലിങ്ക് എന്ത് ചെയ്തേക്കാം, ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഓരോ ജില്ലകളുടെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടെലഗ്രാം ചാനലിൽ അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇനി സെക്രട്ടേറിയറ്റ് OA കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എക്സാമിനേഷൻ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിനും ഈ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഉപയോഗിക്കാം കേട്ടോ. അതായത് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ രാവിലെ 5:30 ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ 7 മണിക്ക് ക്ലാസ് ഉണ്ടാവും, അതേപോലെ തന്നെ മക്കളെ 2 മണിക്ക് ക്ലാസ് ഉണ്ടാകും, വൈകിട്ട് 9 മണിക്ക് ക്ലാസ് ഉണ്ടാകും കേട്ടോ. ഇതെല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലാസ് കാണും. രാവിലെ 5:30 പൊളിറ്റിയും അതേപോലെ തന്നെ കേരള ഭരണവും ഒക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ദെൻ അതേപോലെ തന്നെ 7 മണിക്കാണ് എങ്കിൽ പല സബ്ജക്റ്റുകൾ മാറി മാറി ക്ലാസ്സുകൾ വരും. 2 മണിക്ക് കറണ്ട് അഫെയർ ക്ലാസ് ആണ്, 9 മണിക്ക് SCERT ക്ലാസ് ആണ്. അങ്ങനെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ടെലഗ്രാമിലുണ്ട്. അതുകൂടാതെ തന്നെ PDF മെറ്റീരിയലുകൾ, നോട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കിട്ടും. അപ്പോൾ ഈ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഓരോ ലിസ്റ്റുകളുടെ കാര്യവുമായിട്ട് നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു.